കുടിയേറ്റ നയത്തിന്റെ പേരിൽ യുഎസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പിൽ ഭിന്നത. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നായിരുന്നു ട്രംപ് പക്ഷത്തിന്റെ പ്രധാന മുദ്രാവാക്യം. ഒരു വിഭാഗം നേതാക്കൾ ഇത് ഇന്ത്യ ഫസ്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കുടിയേറ്റ പരിഷ്കാരങ്ങൾ വേണമെന്നാണ് എലോൺ മസ്കിന്റെയും വിവേക് രാമസ്വാമിയുടെയും അണികളുടെ നിലപാട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കുടിയേറിയ വ്യക്തിയാണ് മസ്ക്. എന്നാൽ എല്ലാവിധ കുടിയേറ്റവും തടയണമെന്നാണ് ട്രംപ് ക്യാമ്പിലെ തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാട്. മസ്കിന്റെ നിലപാടുകൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ലംഘനമാണെന്നും അവർ വിലയിരുത്തുന്നു. ട്രംപ് ഭരണകൂടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യൻ വംശജനായ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും മസ്കിന്റെ വിശ്വസ്തനുമായ ശ്രീറാം കൃഷ്ണനെ നിയമിച്ചതിനെ തുടർന്നാണ് വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിദഗ്ധ കുടിയേറ്റക്കാർക്കുള്ള ഗ്രീൻ കാർഡുകളുടെ പരിധി നീക്കം ചെയ്യണമെന്ന് വാദിക്കുന്ന കൃഷ്ണന്റെ പ്രസ്താവനകൾ ട്രംപ് അനുകൂലികൾ ഉയർത്തിക്കാട്ടിയിരുന്നു. കൃഷ്ണന്റെ നിയമനം അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്ന് തീവ്ര വലതുപക്ഷ സോഷ്യൽ മീഡിയ കമന്ററായ ലോറ ലൂമർ പറഞ്ഞു. H-1B വിസയിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ മസ്ക് മികച്ച ആഗോള പ്രതിഭകളെ ആകർഷിക്കുക എന്ന നയത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ്. ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ വിവേക് രാമസ്വാമിയും മസ്കിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു. ഇന്ത്യയിൽ നിന്നും കുടിയേറിയതാണ് അദ്ദേഹത്തിന്റെ കുടുംബവും. ആൻ കോൾട്ടർ, മുൻ കോൺഗ്രസ് അംഗം മാറ്റ് ഗെയ്റ്റ്സ് തുടങ്ങി തീവ്ര വലതുപക്ഷ നേതാക്കൾ ഈ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുന്നു. ഇന്ത്യ ഫസ്റ്റ് പ്രവർത്തകനാണ് കൃഷ്ണൻ എന്ന് അവർ ആരോപിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ മുൻ US അംബാസഡർ നിക്കി ഹാലിയും അമേരിക്കൻ പൗരന്മാരെ കൂടുതൽ ആശ്രയിക്കണമെന്ന് പറയുന്നു.